അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നിങ്ങളുമായി സംവദിക്കാൻ കിട്ടിയ വിഷയം റുദൂദുൽ ഉലമായി അലാ ദഅവിൽ ലാദിരിയ വൽ ഐൻദിയ വൽ ഐനാദിയ. ഈ ലോകം എന്നൊരു വസ്തുത നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നില്ല എന്ന് ചില ആളുകൾ പറഞ്ഞു വയ്ക്കുമ്പോൾ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മഖ്ലൂക്കുകളിലൂടെ മാത്രമേ നമുക്ക് ഖാലിഖിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ചിന്തിച്ചാൽ ഒരിക്കലും ഖാലിഖായ റബ്ബിലേക്ക് എത്താൻ സാധിക്കില്ല. ഈ മഖ്ലൂക്കുകളെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്, അത് നമ്മുടെ മുമ്പിൽ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് എന്ന് സ്ഥിരപ്പെടുമ്പോൾ മാത്രമേ ആ ഖാലിഖിലേക്കുള്ള മാർഗം യാഥാർത്ഥ്യമാകുന്നുള്ളൂ. എന്നാൽ പഴയ കാലത്ത് തന്നെ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുന്നതിൽ കൃത്യമായ ഒരടിസ്ഥാനവുമില്ലാത്ത ചില വാദങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇൽമുൽ കലാമിൽ ഇവയെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ഇനാദിയ, രണ്ട് ഐന്ദിയ, മൂന്ന് ലാദിരിയ. അതായത് ഇനാദിയ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ മായാവാദികൾ എന്ന് പറയാം. അതായത് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ വസ്തുക്കളും അത് എനിക്ക് തോന്നുന്നതാണ്, അല്ലാതെ ആ വസ്തുക്കൾ ഇവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ള വാദമാണിത്. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്, യഥാർത്ഥത്തിൽ ഞാൻ സംസാരിക്കുന്നില്ല എന്നാണ് അവരുടെ വാദം. എന്നാൽ കലാമിൻ്റെ പണ്ഡിതന്മാർ ഇതിന് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അവർ ഒരു വസ്തുതയാണ് നിഷേധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കാണുന്നത് ഒരു തോന്നലാണ് എന്നൊരു പ്രസ്താവന, യഥാർത്ഥത്തിൽ ആ പ്രസ്താവനയും ഇവിടെ സ്ഥിരപ്പെടുത്താൻ പാടില്ല. കാരണം അതും അവരില്ല എന്ന് പറയുന്നവരാണ്. അപ്പോൾ ആ പ്രസ്താവനയും ഇവിടെ നിലനിൽക്കില്ല. അങ്ങനെ അത് അനന്തമായി തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരിക്കലും ഒരു ഉത്തരം ലഭിക്കുകയില്ല. എന്നാൽ രണ്ടാമത്തെ വിഭാഗമുണ്ട്, ഐന്ദിയ എന്ന് പറയും. അതായത് ഞാൻ എന്താണോ വിചാരിക്കുന്നത് അതായിരിക്കും ആ വസ്തു. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഞാൻ ആണാണെന്ന്, എന്നാൽ ഞാൻ ആണാണ്. എന്നാൽ ഈ ഭൂമി ഈ ലോകത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഭൂമി നിലനിൽക്കുന്നതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എൻ്റെ അടുക്കൽ എന്താണോ ആ ചിന്ത, അതായത് ഞാൻ വിശ്വസിക്കുന്നു ഈ ഭൂമി ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന്, എന്നാൽ ആ ഭൂമി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് സ്വന്തം ചിന്തകൾക്കനുസരിച്ചായിരിക്കും ഈ ലോകത്ത് ഓരോ വസ്തുക്കളും നിലനിൽക്കുന്നതെന്നാണ് ഐന്ദിയാക്കളുടെ വാദം. അതുകൊണ്ടാണ് അവർക്ക് ഐന്ദിയ എന്ന് പേര് വരാനുള്ള കാരണം. എന്നാൽ അവർ പറയാനുള്ള രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിച്ചറിയുന്ന സമയത്ത് അതിന് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് യഥാർത്ഥ ഇൽമ ലഭിക്കാൻ, യഥാർത്ഥ അറിവ് ലഭിക്കാൻ അതൊരു കാരണമായിട്ട് ഗണിക്കാൻ പാടില്ലല്ലോ എന്നാണ്. എന്നാൽ ഇതിനുള്ള മറുപടി, എനിക്ക് കണ്ണ് കാണുന്നില്ല എങ്കിൽ കണ്ണ് കാണുന്ന ഒരാളോട് ഞാൻ ആ വാർത്ത ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അത് അറിവിൻ്റെ മറ്റൊരു മാർഗത്തിലേക്ക് അത് മാറുന്നതാണ്. അല്ലാതെ ബുദ്ധിയില്ലാത്തവനോട് നീ ചിന്തിച്ചോ എന്ന് നമ്മളൊരിക്കലും ചോദിക്കാറില്ല. അതല്ലാതെ കേൾക്കാൻ കഴിയാത്തവനോട് നീ കേട്ടോ എന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കാറില്ല എന്ന് ഇൽമുൽ കലാമിൻ്റെ ആളുകൾ അതിൻ്റെ മറുപടി വയ്ക്കുന്നത് കാണാം. രണ്ടാമതായിട്ട് അവർ വെക്കുന്ന കാരണം എന്താണ്? മനുഷ്യൻ്റെ ചിന്തകൾ അത് വ്യത്യസ്തമാണ്. ഞാൻ ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കണമെന്നില്ല. പക്ഷേ അതിനുള്ള മറുപടി ഇൽമുൽ കലാമിൽ വളരെ വ്യക്തമായി നൽകുന്നു. ഒരു ചതുരം, ആ ചതുരത്തിൻ്റെ 4 വശങ്ങൾ കൂട്ടിയാലാണ് അതിൻ്റെ ചുറ്റളവ് ലഭിക്കുക. എന്നാൽ ഒരാൾ ഒരു വശത്തിൻ്റെ അളവെടുത്തു, അത് റെഡി തന്നെയാണ്. പക്ഷേ 3 കൊണ്ടാണ് അതിനെ ഗുണിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും ചുറ്റളവിൻ്റെ ഉത്തരം കിട്ടുകയില്ല. കാരണം അത് ചിന്തിക്കേണ്ടത് ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെ ചിന്തിച്ചാൽ മാത്രമേ അതിന് ഉത്തരം ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, അതേ ലാദിരിയ എന്ന് പറയും. അവർ പറയുന്നു ഈ വസ്തുക്കളൊക്കെ ഇവിടെ ഉണ്ടായേക്കാം, പക്ഷേ
എനിക്കതിനെക്കുറിച്ച് അറിവ് ലഭിക്കാൻ ഒരു മാർഗവുമില്ല, എനിക്കതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുകയില്ല. വളരെ രസകരമായ ഒരു മറുപടിയാണ് ഇൽമുൽ കലാമിൽ ഇൽമുൽ കലാമിൻ്റെ പണ്ഡിതന്മാർ വയ്ക്കുന്നത്. ഒരാളെ പിടിച്ച് ഇങ്ങനെ വാദിക്കുന്ന ഒരാളെ പിടിച്ച് ഒരു തീയിൽ കൊണ്ടുപോയിടുക, എന്നിട്ട് അവനോട് ചോദിക്കുക, ഒന്നിരിക്കൽ അതിൽ നിന്നും എഴുന്നേറ്റ് ഓടും, അല്ലെങ്കിൽ അതിൽ നിന്നും കരച്ചു വീഴും. അങ്ങനെ എഴുന്നേറ്റ് ഓടുകയാണെങ്കിൽ ആ വാദം അദ്ദേഹം സ്ഥിരപ്പെടുത്തി എന്ന് വെക്കാം. ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.